ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാ കമൻറ്റ് സെക്ഷനിലും വന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ മേജറായിട്ടുള്ള പ്രൊജക്റ്റായ പൗസിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ്. റീസെൻ്റ്ലി തന്നെ പൗസ് സൊലാന OG ചെക്കർ ഈസ് ഹിയർ. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടാണ്, എന്താണ് OG, ഞാൻ എലിജിബിൾ ആവുമോ, ഞാൻ ഇത് ചെയ്താലാണോ എലിജിബിൾ ആവുക? കുറേ ബിഗിനേഴ്സ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. പൗസിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ഓരോ സ്റ്റെപ്പ് വൈസ് വീഡിയോകളായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എന്തായാലും നമ്മുടെ ചാനലൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വായിച്ചിട്ട് എന്താ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് ഞാൻ എലിജിബിൾ ആണോ, നിങ്ങൾ എലിജിബിൾ ആണോ, ആരൊക്കെയാണ് എലിജിബിൾ ആവുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പൗസ് സൊലാന OG ചെക്കർ ഈസ് ഹിയർ. ഫൈൻഡ് ഔട്ട് ഇഫ് യു ആർ എലിജിബിൾ ഫോർ സ്പെഷ്യൽ OG പൗസ് അലോക്കേഷൻ. അപ്പോൾ ഈ പൗസ് അലോക്കേഷനിൽ 7.5% സപ്ലൈ ഈ ഒരു സ്പെഷ്യൽ OG സൊലാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാങ്സ്റ്ററിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് OG എന്നായിരിക്കും സാധാരണക്കാരായ ബിഗിനേഴ്സിനൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ OG എന്നൊക്കെ പറയുന്നത് ഒറിജിനൽ ഗാങ്സ്റ്റേഴ്സ് ഇൻ സൊലാന എന്ന് പറയും. നമ്മൾ എന്താണ് ഒറിജിനൽ ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്രിപ്റ്റോയിൽ ഇല്ലെങ്കിൽ സൊലാനിയിലൊക്കെ പറയുന്നത് പറഞ്ഞാൽ ഒരുപാട് അതിൻ്റെ ആ പ്രൊജക്റ്റ് നിന്ന് കിട്ടുന്നുള്ള അതിൻ്റെ കോയിൻസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരിനെയൊക്കെയാണ് പറയുന്നത്. എന്ത് പറയുന്നത്, ഒറിജിനൽ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മേജറായിട്ട് ഇപ്പോൾ സൊലാന ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അതേപോലെ തന്നെ സൊലാന നെറ്റ്വർക്കിൽ വരുന്നുള്ള അതിൻ്റെ ഒരു മീം കോയിൻസ് ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ മീം കോയിൻസ് ഹോൾഡ് ചെയ്യണം എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോഗ് വിത്ത് ഹാറ്റ് എന്ന് പറഞ്ഞിട്ട്, ബോങ് എന്ന് പറഞ്ഞിട്ട്, പബ്ജി പെൻഗ്വിൻ എന്ന് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള, ജിഗാചാഡ് എന്ന് പറഞ്ഞിട്ടുള്ള, എലീസ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടോക്കൺസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും നല്ലൊരു അലോക്കേഷൻ ഇതിൽ കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഇതിൽ അലോക്കേഷൻ കിട്ടുമോ? അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, OG എന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു $10 ഞാൻ ഇവിടെ കുറച്ച് മീം ടോക്കൺസ് മേടിച്ചിട്ടുണ്ട്. ആ ടോക്കൺസ് മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ എലിജിബിലിറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ വഴിയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഈ $10 കൊണ്ട് മേടിച്ചിട്ട് ആൾ എലിജിബിൾ ആവുമെന്ന് ഈ ഒരു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുക എന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. കുറേ ആൾക്കാർ ഇതിൽ തൊട്ടിട്ട് ഞാൻ എലിജിബിൾ ആയില്ല, ഞാൻ പൗസിൽ എലിജിബിൾ ആയാണല്ലോ, ഇതിലെന്താ എലിജിബിൾ ആവാത്ത എന്നുള്ള കുറേ ഡൗട്ടുകളുണ്ട്. അത് നിങ്ങൾ തുടക്കം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ്. നിങ്ങൾ ഇതിൽ എലിജിബിൾ ആയില്ലെങ്കിലും നമ്മൾ ടെലിഗ്രാം വൈസ് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾ നമ്മുടെ നേരത്തോളം ഒരു വെബ് കൊണ്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എലിജിബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ കിട്ടിയ ടോക്കൺസ് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ലിങ്ക് എടുത്തിട്ട് എവിടെയാണ് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മേ ബി ഫാൻഡം വാലറ്റിൽ വന്ന് നിന്നിട്ട് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ അങ്ങനൊരു ഓപ്ഷൻ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, ഫാൻഡം വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഫാൻഡം വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ ഇവിടെ നിന്ന് ഈ ഒരു ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ നേരെ എന്തെടുക്കുന്നുണ്ട്, എൻ്റെ ഫാൻഡം വാലറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫാൻഡം വാലറ്റ് ഉണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ പൗസ് കളിക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ എന്തായാലും ഫാൻഡം വാലറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫാൻഡം വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ അറിയാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയാത്തത്. അതൊന്നും ഒരു തെറ്റല്ല, നമ്മൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഫാൻഡം വാലറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഫാൻഡം വാലറ്റിൽ അവർ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് കോയിനായ ബോങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കോയിൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മേടിക്കാനൊക്കെ പല വഴികളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സൊലാന ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, സ്വാപ്പ് ചെയ്യാം. അത് സ്വാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒറിജിനൽ മീം കോയിൻസ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് കാര്യം എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഗൂഗിളിൽ പോവുക, ഈ ഒരു ബോങ്ക് എന്ന് സെർച്ച് ചെയ്യുക, ബോങ് കോയിൻ പ്രൈസ് എന്ന് സെർച്ച് ചെയ്യുന്ന പറഞ്ഞാൽ കോയിൻ കീക്കോയിൽ വന്നിട്ട് അതിൻ്റെ എല്ലാ കോൺട്രാക്ട് അഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ ബിറ്റ്ഗെറ്റിലാണെങ്കിലും ബോങ്കൊക്കെ നമുക്ക് എന്താണ് ട്രേഡിംഗ് പെയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അയക്കാം. പക്ഷേ അവിടെ നിന്ന് അയക്കുമ്പോൾ എന്താണ് ചെറിയൊരു ഫീസൊക്കെ നിങ്ങൾക്ക് പിടിക്കുന്നത് കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ $11 ബോങ്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും $10 അല്ല ഞാൻ വെച്ചിട്ടുള്ളത്. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ആൾക്കാർക്കൊക്കെ ഇത്രയൊക്കെ ഉള്ള വെക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നവർക്ക് നല്ല പൈസ ഉള്ളവരായിരിക്കും. അപ്പോൾ അവരൊക്കെ ആയിരിക്കും OG എന്നൊക്കെയാണ് എൻ്റെ ഒരു ഇത്. ഞാനിപ്പോൾ ഇവിടെ നോക്കിയാലും ഞാൻ തീർച്ചയായിട്ടും എലിജിബിൾ ആവില്ല എന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. എന്നിട്ടാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നേരെ അതിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വരും. അപ്പോൾ പേസ്റ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ സെർച്ച് ചെയ്താൽ നമുക്ക് ഇവിടെ നിന്ന് സൈൻ ഇൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡിഫിക്കൽട്ടീസും ഇല്ലാതെ തന്നെ നമ്മുടെ ഈ ഫാൻഡം വാലറ്റ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ വാലറ്റിൽ ഇപ്പോൾ ബോങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കണക്ട് സൊലാന വാലറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ചെക്ക് പൗസ് എന്ന് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു കൺഫേം മെസ്സേജ് വരും. അപ്പോൾ
ഞാൻ എലിജിബിൾ ആണെങ്കിൽ ഞാൻ ഇവിടെ എന്തായാലും എലിജിബിൾ എന്ന് കാണും, പക്ഷെ തീർച്ചയായിട്ടും ഞാൻ എലിജിബിൾ ആവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ എലിജിബിൾ അല്ല. ടു പൗസ് ടു ക്ലെയിം ട്രൈ കണക്ട് അനദർ വാലറ്റ് ടു ചെക്ക് ഇഫ് യു ആർ എലിജിബിൾ ഫോർ പൗസ്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടോക്കൺ ഹോൾഡ് ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ, ഇത് നമുക്കൊരു ഈ ഒരു പൗസ് അലോക്കേഷൻ കിട്ടുള്ളൂ. വെറും 7.5% മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ല ആൾക്കാർക്കായിരിക്കും കിട്ടിയില്ലെങ്കിൽ നല്ല ഒരുപാട് ഇൻസൈഡേഴ്സ് വെയിൽസ് എന്നൊക്കെ പറയില്ലേ, ഇൻസൈഡേഴ്സും വെയിൽസൊക്കെയാണ് നല്ല രീതിയിൽ തന്നെ പൈസയൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കോയിൻസ് ഒക്കെ ഹോൾഡ് ചെയ്ത് അവർ ഇതിൻ്റെ വാല്യൂ ഒക്കെ നിശ്ചയിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കായിരിക്കും ഇതിലൊരു അലോക്കേഷനൊക്കെ കിട്ടുകയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ $10 ബോങ്ക് എന്ന് മേടിച്ചത്. ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതേപോലെ തന്നെ ഇതിൽ ആരൊക്കെയാണ് എലിജിബിൾ ആവുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് നോക്കിയിട്ട് വീഡിയോ നിർത്താം. മേ ബി അത് നിങ്ങൾക്കൊരു ഡൗട്ടായിരിക്കും, മേ ബി ഞാൻ എലിജിബിൾ ആയാലോ ഒരു $20 മേടിച്ചാലോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് വാട്ട് ഈസ് സൊലാന OG കമ്മ്യൂണിറ്റി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സൊലാന OG കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ആൻഡ് സക്സസ്ഫുൾ പ്രോജക്റ്റ് ലോഞ്ച്ഡ് ഓൺ ദ സൊലാന ബ്ലോക്ക് ചെയിൻ എലോൺ വിത്ത് ലീഡിംഗ് പ്രോഡക്റ്റ് വിത്ത് എക്കോസിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഒരു OG കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ മേജർ ആയിട്ടുള്ള അവർ പണ്ടുള്ള കോയിൻസ് ഒക്കെ സൊലാനയിൽ നിന്ന് എന്തായിട്ടുണ്ട് അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോക്കൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരിനെ ആയിരിക്കും OG എന്ന് പറയുന്ന ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. വിച്ച് പ്രൊജക്റ്റ് ആർ ഇൻക്ലൂഡിങ് ഇൻ ദ സൊലാന OG ലിസ്റ്റ്. അപ്പോൾ ഈ സൊലാന OG ലിസ്റ്റിൽ ഏതൊക്കെ പ്രൊജക്റ്റാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അപ്പോൾ അവർ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഡോഗ് വിത്ത് ആറ്റ്, ബോഗ്, പബ്ജി പെൻഗ്വിൻ, സ്റ്റോക്കിൻ ജിഗാഗൻ, അതേപോലെ തന്നെ മാജിക് ഈതൻ, ഈ NFT ഒക്കെ ട്രേഡ് ചെയ്യുന്ന പോലെയുള്ള ഓരോ വെബ്സൈറ്റ് അങ്ങനെ NFT ഒക്കെ നല്ല രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിലും നമുക്ക് എന്താണ് ഇതിലൊരു പൗസിൻ്റെ അലോക്കേഷൻ കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ഫാൻഡം വാലറ്റ്, ജുപ്പിറ്റർ, റേഡിയം, സൊലാന ഫോൺ, ജിറ്റോ, മാഡ്ലാറ്റ്സ് ബൈ ബാക്കപ്പ്. അപ്പോൾ ഈ സൊലാനയിൽ വരുന്ന ഏതൊരു പ്രൊജക്റ്റിലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഒരു വാലറ്റൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഹോൾഡിങ്സ് അതിൽ ഇതിലുണ്ട്, നല്ലൊരു ട്രാൻസാക്ഷനൊക്കെ അതിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഇതിലൊരു പൗസിൻ്റെ അലോക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഹൂ ഈസ് എലിജിബിൾ ഫോർ ദ സൊലാന OG അലോക്കേഷൻ ഓഫ് പൗ. അപ്പോൾ ആരാണ് എലിജിബിൾ എന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. എലിജിബിലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദ ഡിവോഷൻ ആൻഡ് ആക്ടിവിറ്റി വിത്ത് ലിസ്റ്റഡ് സൊലാന OG പ്രൊജക്ട്. സെവറൽ ഫാക്ടർ ഇൻഫ്ലുവൻസ് എലിജിബിലിറ്റി, മീനിങ് നോട്ട് ആൾ ടോക്കൺസ് ഹോൾഡേഴ്സ് ഓർ യൂസ് ഓഫ് ദിസ് പ്രൊജക്ട് വിൽ ക്വാളിഫൈ. അപ്പോൾ എല്ലാ ഈ ഒരു ടോക്കൺ ഹോൾഡ് ചെയ്താലും ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ചെയ്താലും നിങ്ങൾ ക്വാളിഫൈ ആവണമെന്ന് ഉള്ളൊരു കാര്യമില്ല. അപ്പോൾ സ്പെഷ്യലായിട്ട് ഒരുപാട് ട്രാൻസാക്ഷനും ഒരുപാട് മണിയൊക്കെ അതിൽ ഈ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമായിരിക്കും ഇതിൽ എലിജിബിൾ ആവുക. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അവർ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇത് ഫാൻഡം വാലറ്റ് എവിടെയാണ്, വേറെ വാലറ്റ് ഏതൊക്കെയാണ്, അത് ഡൗൺലോഡ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഏതാണ്, ഐ ആം എലിജിബിൾ, ഹൗ ക്യാൻ ഐ ക്ലെയിം പൗസ്. അപ്പോൾ നിങ്ങൾ എങ്ങാനും ഇതിൽ എലിജിബിൾ ആയാൽ നിങ്ങൾ എപ്പോഴാണ് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുക? ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഏത് എക്സ്ചേഞ്ചിക്കും ക്ലെയിം ചെയ്യാം, അതേപോലെ തന്നെ DXിലേക്കും ക്ലെയിം ചെയ്യാം. പക്ഷേ ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 11-ാം തീയതിയാണ്. അന്ന് മാത്രമാണ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ടോക്കണൊക്കെ നിങ്ങൾ മേടിച്ച് ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ വാല്യൂ കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊക്കെ മീം ടോക്കൺസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മീം ടോക്കൺസ് ഒക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഇൻസൈഡർ വന്നിട്ട് ഞാൻ അതിൻ്റെ വാല്യൂ കൂട്ടാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റത്തിന് ഒരുപാട് ഫണ്ടൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ള ആൾക്കാർ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവർ പെട്ടെന്ന് തന്നെ ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, സോൾഡ് ചെയ്തിട്ട് നമ്മുടെ പൈസ പോകാനും ഒരുപാട് സാധ്യതയുണ്ട്. ഞാൻ പേടിച്ചിട്ടാണ് ഈ ഒരു ബോങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ മേടിച്ചിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ കോൺസെൻട്രേറ്റ് ചെയ്തൊന്നും നമ്മൾ നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് എന്താണ് $0.26 എനിക്ക് നഷ്ടമാണ്. അപ്പോൾ എല്ലാവരും എന്താണ് ചെയ്യേണ്ടത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതേപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ടെലിഗ്രാം ചാനലിൽ ഇട്ട് തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ടെലിഗ്രാം ചാനലിൽ കയറി എന്ന് പറഞ്ഞ ഒരു നഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഓരോ ഇൻഫർമേഷൻ ഞാൻ ഇടുന്നുണ്ട്, ടെസ്റ്റ് നെറ്റ് ഇടുന്നുണ്ട്, DPIM പ്രൊജക്റ്റ് ഇടുന്നുണ്ട്, സോഷ്യൽ നെറ്റ്വർക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ഇടുന്നുണ്ട്. മൊണാഡിൻ്റെ ആൾറെഡി തന്നെ ഒരു വീഡിയോ ചെയ്തു, പക്ഷെ അത്രയും പൊട്ടൻഷ്യലുള്ളൊരു പ്രൊജക്റ്റ് കൂടുതൽ ആൾക്കാർ കാണുന്നില്ല. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് ബിഗിനേഴ്സിനൊക്കെ അത് വളരെയധികം ഡിഫിക്കൽട്ടീസ് ആയിട്ട് അവർക്ക് തോന്നി. NFT മിൻറ്റ് ചെയ്യണം, ട്രാൻസാക്ഷൻ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്നാലും നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് ഓരോ കാര്യങ്ങളും പഠിച്ചിട്ട് ഡീസൻ്റ് ആയിട്ട് എല്ലാ പ്രൊജക്റ്റും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മുടെ ചാനലിൽ എത്തുന്ന എന്ത് ചെയ്യുക, നമ്മുടെ ചാനലല്ല നിങ്ങൾ എത്തുന്ന ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടെലിഗ്രാം ചാനലിൽ കയറുക. ഇതിൽ ടെലിഗ്രാം ചാനലിൽ കയറി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ലൂട്ട്സിൻ്റെ കുറച്ച് ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ലൂട്ട്സിലൊക്കെ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗൂഗിൾ പേയിൽ 100 രൂപ, 300 രൂപ, 130 രൂപ, അതേപോലെ തന്നെ 120 രൂപയൊക്കെ തീർച്ചയായിട്ടും കിട്ടും. ഇതിലും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. തീർച്ചയായിട്ടും പൈസ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചാനലൊന്ന് ചെക്ക് ചെയ്യുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് തരാണെങ്കിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, എന്നെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.